ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി വെജ് റൈസാണ്. കൊച്ചുങ്ങൾക്കൊക്കെ സ്കൂളിൽ വളരെ എളുപ്പത്തിൽ കൊടുത്തിടാൻ പറ്റിയ ഒരു വെജ് റൈസാണ് നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ ആണെന്ന് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് സോയാബീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വറുക്കാനായിട്ട് നമുക്ക് അരപ്പ് പുരട്ടാനായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സോയാബീനിലോട്ട് പിടിപ്പിക്കണം. അതിലേക്ക് ശകലം വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് സോയാബീനും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്, കുതിർത്ത് പിഴിഞ്ഞെടുത്തതാണ്. നമുക്കിതൊന്ന് ഇതിനകത്തേക്ക് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സോയാബീൻ പുരട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാനായിട്ട് ഒരു പട്ടയും ഒരു സ്റ്റാർ, ഒരു ജാതിപത്രിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതിൻ്റെ പാതി എടുത്തിട്ടുള്ളൂ. ചോറ് കഴിക്കാനായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഉപ്പ് ശകലം കൂടുതലായിട്ട് ഇടണം. ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് നീരൊഴിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ചെറിയ ബിരിയാണിക്കൊക്കെ വെക്കുന്ന അരിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് റൈസ് വെക്കാനായിട്ട് നീളമുള്ള അരി വേണമെങ്കിൽ എടുക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ സോയാബീൻ ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടി വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് തീ ഉറച്ചിട്ട് അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടൊന്നും ഇത് ഡ്രൈ ആവണ്ട. അപ്പോൾ ഞാൻ ഇതാ ഈ രീതിയിലാണ് ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത്. ഫ്രൈ ചെയ്യുന്നേരം ഞാൻ ഇതിനകത്തൊക്കെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്തായിരുന്നു. അത് വീഡിയോ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ സാജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു പാതി സ്റ്റാറും ഒരു ചെറിയ തുണ്ടും പട്ടയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 6 അല്ലി വെളുത്തുള്ളി, 6 എണ്ണമാണ്, അത് അരിഞ്ഞത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക്, ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം സവാളയാണ് എടുത്തേക്കുന്നത്. അരിക്ക് നമ്മൾ ഉപ്പിട്ടാണ് ചോറ് വേവിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനുള്ള അരപ്പിന് ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വെജിറ്റബിളൊക്കെ ഒന്ന് വേകുമ്പോൾ അതിലൊക്കെ പിടിച്ച് കിട്ടാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സോയാബീനിൽ ഉപ്പൊക്കെ ചേർത്താണ് പൊരിച്ച് വെച്ചേക്കുന്നത്, ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഉപ്പിടുക. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ അതിലേക്ക്
2 ക്യാരറ്റാണ് പൊടിയായി അരിഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10 ബീൻസ് ഉണ്ട്, അത് ഞാൻ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ കിഴങ്ങും കൂടെ ഒക്കെ ആഡ് ചെയ്യാം. കിഴങ്ങ് എടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചീര നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ വെജിറ്റബിളിന് ഉപ്പൊക്കെ ആവശ്യമാണോ എന്ന് ഈ സമയത്ത് നമ്മൾ നോക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചോറ് ആഡ് ചെയ്യാവൂ. അപ്പോൾ നമുക്കിതിലേക്ക് സോയാബീനും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം ചോറ് ഇതിനകത്തൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. 10 മിനിറ്റ് കൊണ്ട് എനിക്ക് ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ചോറിട്ട് കൊടുക്കാം. നമുക്ക് ഈ പട്ടയൊക്കെ വേണമെങ്കിൽ മാറ്റിയേക്കാം. കുട്ടികൾക്ക് കൊടുത്തു വിടുമ്പോൾ നമ്മളിതൊന്നും ഇട്ട് കൊടുത്തു വിടരുത്. അത് വെള്ളം എടുത്ത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോറും ഉണ്ണത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊച്ചുങ്ങൾക്ക് കൊടുത്തുവിടുമ്പോൾ പട്ടയും ഗ്രാമ്പും കൊണ്ടുപോയി മാറ്റിയതിന് ശേഷമേ നമ്മൾ ടിഫിനിൽ കൊടുത്തു വിടാവൂ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്നും കറിയൊന്നും ഇല്ലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിട്ടാൽ കഴിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജ് റൈസാണ്. അപ്പോൾ നമ്മൾ വെജ് റൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ വളരെ രുചികരമായൊരു റൈസാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.